ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ. രാവിലെ ഞാൻ എപ്പോഴും എല്ലാ ബ്ലോഗിലും പറയുന്ന പോലെ തന്നെ 10 മണി വരെ ഭയങ്കര ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം ഇരിക്കുന്ന സമയങ്ങളുണ്ട്. ആ ഒരു ഷെഡ്യൂൾ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അപ്പോൾ ഇതാ രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ പാഷ്യം ആകെ വൃത്തികേടായി കിടക്കുന്നുണ്ട്. മോൻ്റെ ഇന്നലത്തെ കളിയും തേങ്ങ ആട്ടി കൊണ്ടുവന്നതിൻ്റെ ബാക്കി പത്രങ്ങളും ഒക്കെ കൂടെ ആയിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അയലിടാനുണ്ട്, വിരിച്ചിടാനുണ്ട് ഡ്രസ്സ്. ഞാൻ വിചാരിച്ചു ഇവിടെ ക്ലീൻ ചെയ്തിട്ട് വിരിച്ചിടാമെന്ന്. പിന്നെ ഇന്നലത്തെ ഡ്രസ്സുകൾ മടക്കാനുണ്ട്. മിഞ്ഞാന്ന് മോൾക്ക് ചെറുതായിട്ടൊന്ന് സുഖമില്ലാതായി. അത് കാരണം രാത്രി കുറച്ച് സമയം ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്ന് അങ്ങനെ ആകെ താളം തെറ്റിയിട്ടോ. ഒന്ന് താളം തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊന്ന് താളം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടാമതൊന്ന് റെയിലായി വരണമെങ്കിൽ കുറച്ചൊരു പാടാണ് കേട്ടോ. ഇത് വെളിച്ചെണ്ണ ആട്ടി കൊണ്ടുവന്ന് വെച്ചത് അതേപോലെ തന്നെ ഇരിക്കണം കേട്ടോ. ഇതൊന്ന് ഊറിയിട്ട് വേണം വേറെ ക്യാനൊക്കെ മാറ്റാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു, രാത്രിക്ക് വെക്കാനാണ് കേട്ടോ. പിന്നെ ഇതാ മോന് കളിച്ചിട്ട് കുറേ സ്റ്റൂളും കാര്യങ്ങളും അതും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബ്രഷ് കൊണ്ട് ഈ ഒരു മാറ്റിലുള്ള വലിയ കച്ചറകളൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് പിന്നെയാണ് വാക്യൂം ചെയ്യട്ടോ. മറ്റേത് വാക്യൂം ക്ലീനറിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോവും. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ കുറേ ദിവസങ്ങളായി ഇപ്പോൾ വീഡിയോ അങ്ങനെ ഇടാത്ത കാരണം കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ തീരെ വ്യൂസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മാഷാ അല്ലാഹ് അത്യാവശ്യം ഞാൻ പ്രതീക്ഷേനേക്കാളും എത്രയോ വ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അറിയാം എൻ്റെ ഒരു ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനും ഒന്നും എന്താ പറയുക മടി വരുന്നത് കേട്ടോ. രാവിലെ ഈ ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞിട്ട് നേരെ ജിമ്മിൽ കൂടും. അവിടുന്ന് വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് ലഞ്ചൊക്കെ കൊടുത്ത് കുറച്ച് സമയം ഒന്ന് വിശ്രമിക്കാനും നിസ്കരിക്കാനും കുളിക്കാനൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കുറച്ച് സമയമാണ് എനിക്കാകെ ഒരു റെസ്റ്റ് കിട്ടുക കേട്ടോ. പിന്നെ ഇപ്പോൾ മഴയൊന്നുമില്ലല്ലോ. അപ്പോൾ വൈകുന്നേരം ഇഷ്ടംപോലെ നനക്കാനുണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ സ്ഥിരം വ്ളോഗ് കാണുന്ന വ്യൂവേഴ്സിന് അറിയായിരിക്കും ചുറ്റുഭാഗത്തും തൈകളും ഒക്കെ വെച്ചതാണ്. ഇവിടെ ഈ ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ നല്ല പാറയുള്ള ഭൂമി കേട്ടോ. നമ്മൾ മണ്ണിട്ട് നിരത്തിയൊക്കെ തൈകളൊക്കെ വെച്ചിട്ടുള്ളതാണ്. അത് കറക്റ്റായിട്ട് നനച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ വാടിപ്പോകും കേട്ടോ. പിന്നെ ഇപ്പോൾ ഒക്കെ പൂത്തൊക്കെ വരുന്ന സമയമാണല്ലോ, നമ്മൾ അതിനനുസരിച്ച് കെയറിങ്ങും ശ്രദ്ധയൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ വൈകുന്നേരം ആ ജോലികളും ഉണ്ടാവും. പിന്നെ രാത്രിയാണ് ഞാൻ കാര്യമായിട്ട് റെസ്റ്റ് ചെയ്യുന്നൊരു സമയമായിട്ട്. റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോഴും മോനെ പഠിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ വ്ളോഗ് എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ മടി വരും കേട്ടോ. കുറേ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും നീക്കി വെക്കുമല്ലോ. അങ്ങനെയാണ് വ്ളോഗ് ഇടാനായിട്ട് ഇപ്പോൾ പറ്റാതെ വരുന്നത്, മടി വരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു തീരെ വ്യൂസ് ഉണ്ടാവില്ല എന്നൊക്കെ. പിന്നെ എന്നാലും ഞാനെൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇട്ടായിരുന്നു. പക്ഷേ എനിക്ക് പ്രതീക്ഷിച്ചതിലപ്പുറം വ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്. അപ്പോൾ ഇതാ ഇവിടെ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് വേണം. കുറേ തുണികളൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കാനുണ്ട്, അടിയിലിടാനുണ്ട്. അതൊക്കെ ചെയ്തിട്ട് പിന്നെയാണ് ഞാൻ കുക്കിങ്ങിനായിട്ട് കയറാൻ പോകുന്നത് കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമില്ല കേട്ടോ. ഓരോ ദിവസം ഓരോ കാര്യങ്ങളുണ്ടാവും. ഇന്നിപ്പോൾ ഇവിടെ അങ്ങനെ ക്ലീൻ ചെയ്യാനായതുകൊണ്ട് ആദ്യം ഇത് ചെയ്യാൻ ഇറങ്ങിയെന്നുള്ളൂ. അല്ലെങ്കിൽ അലക്കൽ മെഷീനിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും രാത്രി. രാവിലെ അത് വിരിച്ചിടൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെയാണ് ചെയ്യുക. തുണി മടക്കൽ ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ മിക്കവാറും 4 ദിവസമോ 2 ദിവസമൊക്കെ കൂടുമ്പോൾ ഇവിടുത്തെ ചെടികളൊക്കെ നനക്കാനായിട്ടുണ്ടാവും. അപ്പോൾ അത് ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ഇന്നലെ നനച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് നനക്കണില്ല. ഇപ്പോൾ പിന്നെ നല്ല എന്താണെന്നറിയില്ല, ചെടിക്കൊക്കെ പെട്ടെന്ന് വെള്ളം വലിയുന്നുണ്ട്. ഉച്ചക്കൊക്കെ നല്ല ചൂടുണ്ടല്ലോ. അപ്പോൾ 3 ദിവസമൊക്കെ ആകുമ്പോഴേക്കും തന്നെ നനക്കാനാവാറുണ്ട് കേട്ടോ. മറ്റേതൊരു 5 ദിവസം 6 ദിവസമൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെയൊക്കെയാണ് നനക്കാനാവാറുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, കുറച്ച് സ്പീഡായിട്ടൊക്കെ നനക്കാനാവണുണ്ട്. അപ്പോൾ ഇതാ അടുത്ത പരിപാടി ഡ്രസ്സൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. ഒരുപാട് ബെഡ്ഷീറ്റ് മാറ്റി അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പില്ലോസിൻ്റെ കവറൊക്കെ ഞാൻ കല്ലിലിട്ട് ഉരക്കും കേട്ടോ. ഒരു മന്ത്ലി വൺസൊക്കെ അതുപോലെ ചെയ്യും. പില്ലോൻ്റെ കവറിലാണല്ലോ നല്ലോണം ചളി പിടിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് പില്ലോൻ്റെ കവറും ഉണ്ട്, ബെഡ്ഷീറ്റും ഉണ്ട്, ഒക്കെ മടക്കി വെക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പൊടീൻ്റെ സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റണം കേട്ടോ. ഞാനും എൻ്റെ
മോനും ഭയങ്കര അലർജീൻ്റെ ആൾക്കാരാണ്. മാഷാഅല്ലാഹ് എനിക്കിപ്പോൾ കുറേ ഭേദമാണ് കേട്ടോ. അപ്പോൾ ജിമ്മിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ വ്ളോഗിലൊക്കെ പറയാറുണ്ട്, ഭയങ്കരമായിട്ട് ബ്രീത്ത് പ്രശ്നവും തുമ്മലും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക്. ഇപ്പോൾ ഈ വർഷം ആ ഒരു പ്രശ്നമൊന്നുമില്ല. ഈ സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ട് വരേണ്ടതാണ്. ഇപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈലിലൊക്കെ മാറ്റം വരുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേട്ടോ. ഞാൻ എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ അങ്ങനെ പറയുമ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങോട്ടൊരു ടിപ്സ് തരികയാണ്. വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല ബോഡി നല്ല സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും കേട്ടോ. ഈ ഒരു അലർജിനൊക്കെ തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതിന് ഒരു തെളിവാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്തുള്ള വ്ളോഗ് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ എല്ലാ വ്ളോഗിലും പറയാറുണ്ട്, തുമ്മലും എന്താ പറയുക ബ്രീത്ത് പ്രശ്നവും അങ്ങനെ 100 പ്രശ്നങ്ങളായിരുന്നു അലർജിൻ്റെ. ഇപ്പോൾ മാഷാ അല്ലാഹ് കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അത് എപ്പോഴും ബെഡ്ഷീറ്റ് മാറ്റുക, കർട്ടനൊക്കെ ക്ലീനാക്കി വെക്കുക, അതൊക്കെ ആക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബെഡ്ഷീറ്റും അലക്കാനൊക്കെ കൂടുതലുണ്ടാവും. ആദ്യമൊക്കെ 5 ദിവസമോ 4 ദിവസമൊക്കെ കൂടി മാറ്റുന്ന ബെഡ്ഷീറ്റ് ഇപ്പോൾ ഒന്നിടവിട്ടോ 2 ദിവസം കൂടുമ്പോഴൊക്കെ മാറ്റേണ്ടി വരും കേട്ടോ. ഇത് ഈ ഒക്ടോബസിൻ്റെ ആയിലുണ്ട് ഐക്കൻ്റെ പ്രോഡക്റ്റ് കേട്ടോ. അത് ആദ്യം ഞാൻ കാണിച്ചത് നീല, അത് 5 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന കേട്ടോ. അതൊക്കെ അതിൻ്റെ കപ്പാസിറ്റിയൊക്കെ കഴിഞ്ഞ് ക്ലിപ്പുകളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ക്ലിപ്പുകളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച മോന് ബാംഗ്ലൂർ പോയപ്പോൾ 2 വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിരുന്നു കേട്ടോ. തുച്ഛമായ പൈസ ഇതിനുള്ളൂ, 200 രൂപേൻ്റെ ഉള്ളിലേ ഉള്ളൂ കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു യൂസ് ഭയങ്കരമാണ്. ഇങ്ങനെ മക്കളെ ഈ പൊട്ടുപൊടി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളതായാലും ടവൽസ്, സോക്സ്, മക്കളെ ട്രൗസർ, ബനിയന്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ഉന്തുമ്പോഴും ചാടും, ഇങ്ങോട്ട് വരുമ്പോഴും ചാടും. അതുപോലെ സോക്സിൻ്റെ ഒക്കെ തുണകളൊക്കെ കാണാതാവും. അഴയിലിട്ടിട്ടുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ കൊളുത്തിട്ടാൽ അവിടെ നിന്നോളും. നല്ല സുഖമാണ് കേട്ടോ, നല്ല യൂസ്ഫുള്ളാണ്. ഒരുപാട് സാധനങ്ങൾ നമ്മൾ പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ 2 വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പച്ചയും ഒരു മഞ്ഞൊക്കെ വാങ്ങിയിട്ട് വന്നു അവന്. ഞാൻ അന്ന് വാങ്ങിയ സമയത്ത് 1 വാങ്ങിയത്. പക്ഷേ വന്ന് യൂസ് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ഞാൻ ഏതൊക്കെയോ വ്ളോഗിലൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു, ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു ആ പ്രോഡക്റ്റ് കേട്ടോ. അപ്പോൾ ഇതാ അഴയിലിടലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് പുറത്തേക്ക് അങ്ങോട്ട് ഉന്തി വെക്കും. രാത്രി ആകുമ്പോൾ വൈകുന്നേരം മൂടുണ്ടെങ്കിൽ മടക്കും, അല്ലെങ്കിൽ ഇപ്പം ഇന്ന് കാണിച്ച പോലെ തന്നെ നാളെ രാവിലെ മടക്കും. പിന്നെ എനിക്ക് രാവിലെ കുറച്ച് സമയം ഈ പാഷ്യോയിൽ ഇങ്ങനെ ചിലവഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു തണുത്ത കാറ്റും, നല്ല തണുപ്പാണ് ഇപ്പോൾ രാവിലെ. പിന്നെ ഈ കിളികളുടെ ശബ്ദവും പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ പോണ പോലെയാണ്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഞാനിങ്ങനത്തെ മടക്കുക, അയലിടുക, അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യും. മിക്കവാറും സമയത്ത് ഞാനൊരു പാട്ടും പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതുക്കാറ് പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇന്നിപ്പോൾ വ്ളോഗിലാവുമ്പോൾ കോപ്പിറൈറ്റ് വരും നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ പ്ലേ ചെയ്യാത്തത്. ഇതുമ്പോൾ ഒരുപാട് ഡ്രസ്സ് പോകും കേട്ടോ. പിന്നെ സ്റ്റീലിൻ്റെ ഒരു അയലുണ്ട്, അതുമലും ഇടും. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ മെഷീനിലൊരു ട്രിപ്പും കൂടെ അലക്കാനിട്ടിട്ടുണ്ട്. അത് മിക്കവാറും ചിലപ്പോൾ ഞാൻ ജിമ്മിൽ പോകുന്നതിന് മുന്നേ ആവുകയാണെങ്കിൽ ചിലപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഇടും, അല്ലെങ്കിൽ ഞാൻ അത് വൈകുന്നേരം ഒക്കെയാണ് ഇടുള്ളൂ കേട്ടോ. ഇത് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അയലിട്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഭയങ്കര ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിലവിടെ കൊളുത്തിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നോളും. നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റാട്ടോ. പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. പിന്നെ എനിക്ക് നല്ല ഉപകാരപ്പെടുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എനിക്ക് നല്ല ഉപകാരപ്പെടുന്നുണ്ട്, എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് നല്ല ഉപകാരപ്പെടും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ക്ഷമിക്കുക കേട്ടോ, അതിൻ്റെ ഒരു സ്വഭാവമാണ്. എന്തെങ്കിലും സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് സൈഡൊക്കെ ഞാൻ എടുത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കലുണ്ടാവും. ഓരോ പ്രോഡക്റ്റും ഞാൻ പ്രൊമോഷനോ കാര്യമോ ഒന്നുമല്ല, റിവ്യൂ പറഞ്ഞത് ഒരു റിവ്യൂ മാത്രം. ഇങ്ങനെ ഉപയോഗിച്ച് നല്ലതാണെന്ന് തോന്നുമ്പോൾ നല്ല ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഇതാ ഇവിടുത്തെ ക്ലീനിങ്ങും തോരടലും മടക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ മടക്കിയ ഡ്രസ്സ് കബോർഡിൻ്റെ ഉള്ളിൽ കൊണ്ടുവെക്കണം, സെക്ഷനായിട്ടൊക്കെ വെക്കണം.
അത് പിന്നെ കുറച്ച് സമയം ഇനിയിപ്പോൾ ഒന്ന് റിലാക്സ് ആയിട്ട് ഊഞ്ഞാലാടും കേട്ടോ. ഞാൻ ഡീറ്റോക്സിക് ഡ്രിങ്ക് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതും കൊണ്ടാണ് ഇരിക്കുക. അതിപ്പോൾ അത് ഓബിലിരിക്കണം. അപ്പം ഇനിയിപ്പോൾ അങ്ങനെ കയറുമ്പോൾ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുടിക്കുന്നത് അയമോദകം തിളപ്പിച്ചിട്ടാണ് കേട്ടോ. അയമോദകം തിളപ്പിച്ചത് നമ്മൾ ഇൻഫ്ലമേഷൻ ഉള്ള ബോഡിയൊക്കെ ആണെങ്കിൽ, നീർക്കെട്ട് കൂടുതലായിട്ട് വരുന്ന ബോഡി, നീർക്കെട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് നീർക്കെട്ട് നല്ലോണം ഉണ്ടാവും കേട്ടോ. പക്ഷേ നീരിങ്ങനെ പുറത്തേക്ക് കാണുന്നില്ല. പക്ഷേ ചില ശരീരത്തിൽ നീർക്കെട്ട് വരുമ്പോൾ ഒരു എന്താ പറയുക, പെയിനൊക്കെ വരുമല്ലോ, അങ്ങനത്തെ ബോഡിയാണ്. അപ്പോൾ അത് കുടിച്ചാൽ അങ്ങനെ നീർക്കെട്ടൊക്കെ മാറിക്കിട്ടും നമുക്ക്. പക്ഷേ അയമോദകം കുടിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 5 ദിവസം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ 5 ദിവസമെങ്കിലും കുടിക്കാതിരിക്കണം കേട്ടോ. 5 ദിവസം അടുപ്പിച്ചേ കുടിക്കാൻ പാടുള്ളൂ. അതിലപ്പുറം നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. 5 ദിവസം കൂടിപ്പോയാൽ 5 ദിവസം സ്ഥിരമായിട്ട് കുടിക്കുക. പിന്നെ ഒരു 5 10 ദിവസം വേറെ എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക് എടുക്കുക. പിന്നെയും ഒരു 5 ദിവസം ഇത് കുടിക്കുക. അല്ലാതെ തുടർച്ചയായിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ 1 ഗ്ലാസ് വെള്ളം വെച്ചതായിരുന്നു, അതിപ്പോൾ 1/2 ഗ്ലാസ്സായി. ഇതുപോലെ കുറച്ച് തിളച്ചേറിയ വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ കുടിക്കുക കേട്ടോ. വലിയ ടേസ്റ്റും സുഖമൊന്നും ഉണ്ടാവില്ല, പക്ഷേ നല്ല റിസൾട്ടാണ് കേട്ടോ. നമുക്ക് ശരീരത്തിന് നല്ല ആശ്വാസമൊക്കെ നമുക്ക് നല്ലോണം ഫീൽ ചെയ്യും. നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചക്ക വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇടിച്ചക്ക അമ്മ കൊണ്ടു തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് അത്യാവശ്യം വലിയ ചക്കയായിരുന്നു. അപ്പോൾ ചേച്ചി മുറിച്ച് സൈസാക്കിയൊക്കെ വെച്ച് തന്നായിരുന്നു. അപ്പോൾ 3 പോർഷനാക്കി വെച്ചതായിരുന്നു. അതിലിപ്പോൾ ലാസ്റ്റ് പോർഷൻ എടുത്തുണ്ടാക്കാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് താളിച്ചെടുക്കണം. പിന്നെ കറി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പോകുന്നതിന് മുന്നായിട്ട് അത് ഐസ് പോയി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ഒരു 12 മണിയാകുമ്പോൾ ജിമ്മിൽ നിന്ന് വന്നതിന് ശേഷമായിരിക്കും ചിക്കൻ കറി വെക്കാറ്. അപ്പോൾ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ ചക്ക ഉണ്ടാക്കി വെച്ചാൽ ചിക്കൻ കറി വെച്ചാൽ ഇന്നത്തെ ലഞ്ച് അങ്ങനെ ഓവറാട്ടോ. പിന്നെ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശമാവ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. ഇന്നലെ നെസ്റ്റോയിൽ പോയപ്പോൾ ദോശമാവ് വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നെയർ റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. ഞാനും കാക്കും പിന്നെ സ്മൂത്തിയും എഗ്ഗും ഉണ്ട് രാവിലെ കഴിക്കുക. തീരെ എല്ലാ ദിവസവും അതൊന്നുമല്ല. ഇതിപ്പോൾ എനിക്ക് ജിമ്മിൽ കൊണ്ടുപോകാനുള്ള വെള്ളം ജീരക വെള്ളമാണ് ഇപ്പോൾ കുറച്ചായിട്ട് കൊണ്ടുപോകാറുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിയാ സീഡ് സ്ഥിരമായിട്ട് കുടിച്ച കാരണം എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി. അപ്പോൾ പിന്നെ ചിയാ സീഡ് ഇപ്പോൾ കുറച്ച് നിർത്തി വെച്ചതാട്ടോ. അതങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. അധികം ചിയാ സീഡ് യൂസ് ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് വീഡിയോസിൽ കാണാറുണ്ട് ചിയാ സീഡ് കുടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മെലിഞ്ഞു പോവും, അങ്ങനെ അതാവും ഇതാവും എന്നൊക്കെ. അതൊന്നും കേട്ടിട്ടൊന്നും കുടിക്കാൻ നിൽക്കണ്ട. അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല കേട്ടോ. അതൊന്നും കേട്ടിട്ടല്ല ഞാൻ കുടിച്ചിരുന്നത്. ചിയാ സീഡ് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യും, സംഭവമൊക്കെ ശരിയാണ്. പക്ഷെ അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ ഓരോരുത്തരുടെ ശരീരം ഓരോ രീതിക്കാണല്ലോ. ഞാൻ അമിതമായിട്ടൊന്നും കുടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ജിമ്മിൽ പോകുന്ന വെള്ളത്തിൽ 1 സ്പൂണ് ഇടാറുണ്ടായിരുന്നു. അങ്ങനെ ആ 1 സ്പൂണേ ഞാനൊരു ദിവസം ഇൻടേക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ശരീരത്തിന് പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വന്നു എനിക്ക്. അപ്പോൾ പലരുടെ ശരീരത്തിൻ്റെ രീതികളും ഇതൊക്കെ വേറെയാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ജീരകവെള്ളമാണ് ഞാൻ ജിമ്മൊക്കെ കൊണ്ടുപോകാറുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു വന്നതെന്ന് ഡൈവേർട്ടായി പോയില്ലേ. അപ്പോൾ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ തന്നെ ഒന്നുമല്ല കേട്ടോ. ചില ദിവസങ്ങൾ മിക്ക ദിവസവും കാക്ക കൂടെ കൂടും. കാരണം എന്ന് വെച്ചാൽ മൂപ്പർക്ക് നല്ല സുഖമുണ്ട്. ഇപ്പം ഇങ്ങനത്തെ ഫുഡ് ഹാബിറ്റ് ആയപ്പോൾ ശരീരത്തിനൊക്കെ സുഖമുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് സ്റ്റൈലായിട്ടുള്ള അസുഖങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് നട്ട്സും ഒരു 2 ഗ്ലാസ്ക്ക് 1 ഗ്ലാസ് പാലും അതേപോലെ മ്യൂസ്ലിയും ഒക്കെ കൂടെ ഇട്ടിട്ടാണ് സ്മൂത്തി ഉണ്ടാക്കുക. നല്ല പെട്ടെന്ന് വിശക്കൊന്നുമില്ല കേട്ടോ. നല്ല സ്ട്രോങ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഇത് കഴിഞ്ഞ് ഞാൻ നല്ല അടിപൊളി വർക്കൗട്ട് ചെയ്തിട്ടാണ് വരിക. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് വിശക്കാനൊന്നും തുടങ്ങാറില്ല കേട്ടോ. അപ്പോൾ അധികം ദിവസം എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല. ഞങ്ങൾക്ക് അല്ലാത്ത ഭക്ഷണം കഴിക്കണം തോന്നുമ്പോൾ അപ്പോൾ അത് കഴിക്കും കേട്ടോ. കൂടുതലും ആഴ്ചയിൽ ഒരു 5 ദിവസമൊക്കെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരിക്കും. സ്മൂത്തി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. വേറെ പല ഫ്രൂട്ട്സ് ഇട്ടിട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ആപ്പിൾ സ്മൂത്തി അല്ലെങ്കിൽ ഓവർനൈറ്റ് ഓട്സ് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോവും. എഗ്ഗ് എന്തായാലും 2 എഗ്ഗ് ഞാൻ ദിവസം കഴിക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ 2 എഗ്ഗ് എനിക്കും 2 എഗ്ഗ് കാക്കാക്കും 1 എഗ്ഗ് മോനും ഉണ്ട് കേട്ടോ. മോന് സ്ഥിരമായിട്ട് എഗ്ഗ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കൂല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ് കേട്ടോ എഗ്ഗ്. എല്ലാവരും പറയും എഗ്ഗ് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുന്നൊക്കെ. നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള കൊളസ്ട്രോൾ കേട്ടോ എഗ്ഗിലുള്ളത്. അപ്പോൾ എല്ലാവരും ദിവസം 2 എഗ്ഗ് കഴിക്കാനൊക്കെ ശ്രദ്ധിക്കുക. നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്. ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ലോഗിലൂടെ കാണുന്നവരെയും അസ്സലാമു അലൈക്കും, ബൈ.